എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനമുള്ള ഒരു ജീവിതം. സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ശത്രുവിന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞവരുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം നിന്റെ സമാധാനം കെടുത്തുന്ന ശത്രുവിന്റെ മേൽ നിനക്ക് ജയം തരാൻ പോകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും. സ്തോത്രം. സമാധാനത്തിന്റെ ദൈവം സാത്താനെ, നിന്റെ സമാധാനം കെടുത്തുന്നത് പൈശാചിക ശക്തികളാണെങ്കിൽ, ചിലർക്ക് നല്ല വീടുണ്ട് പക്ഷെ അവിടെ സമാധാനമില്ല, ചിലർക്ക് നല്ല കുടുംബമുണ്ട് പക്ഷെ അവിടെ സമാധാനമില്ല, ചിലർക്ക് നല്ല വാഹനമുണ്ട്, ആ വാഹനം ഓടിക്കുന്നത് സമാധാനത്തോടല്ല, ചിലരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയ ധാരാളം കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഭാര്യ ഭർത്തൃ ജീവിതം സമാധാനപരമല്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സമാധാനപരമല്ല, ചെയ്യുന്ന ബിസിനസ് സമാധാനപരമല്ല. അവർ രാവിലെ എഴുന്നേക്കുന്നു, ദൈവത്തിൽ താമസിച്ച് കിടക്കാൻ പോകുന്നു, ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥ അവർക്കുണ്ടാകും. ഞാൻ ഇവിടെ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളോട് പറയാം. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ആ സമാധാനം ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോവുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്ത സമാധാനം, സഹോദരങ്ങൾ തരാത്ത സമാധാനം, സ്നേഹിതര് തരാത്ത സമാധാനം, ദൈവം മാത്രം തരുന്ന ആ വലിയ സമാധാനം. വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തിൽ ഇരിക്കുമ്പോൾ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവ സമാധാനം. സ്തോത്രം. ആ സമാധാനം നിങ്ങളിൽ ഉണ്ടാകണം. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിന്റെ കാൽക്കീഴിൽ ചതച്ചു കളയും. സ്തോത്രം. ശത്രുവിന് വേദപുസ്തകം കൊടുക്കുന്ന സ്ഥലം നമ്മുടെ കാൽക്കീഴാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിടമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഞാനിവിടെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം. നിനക്ക് മുമ്പിൽ വഴി തടസ്സമായി നിൽക്കുന്ന, നിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ഭാവിക്കും കുടുംബജീവിതത്തിനും സമാധാനത്തിനും തടസ്സമായി നിൽക്കുന്ന ആ ശത്രുവിനെ സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാലിന്റെ കീഴിൽ ചതച്ചു കളയും. നമുക്കൊന്നിച്ചു പറയാം, നമുക്കൊരു സമാധാനമുള്ള ജീവിതം വേണം, സമാധാനമുള്ള കുടുംബം, സമാധാനത്തോടെ ഇത് ഭക്ഷണം കഴിക്കുക, സമാധാനത്തോടെ കിടന്നുറങ്ങുക, സമാധാനത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ മുന്നോട്ട് പോകുക. അതിനെ കെടുത്തുന്ന സകല അശുദ്ധ ശക്തികളെയും നിന്റെ കാലിന്റെ കീഴിൽ എൻ്റെ ദൈവം ചതച്ചു കളയും. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ട്, ജോലിയിൽ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, വ്യക്തി ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതം എന്തിന് ജീവിക്കുന്ന ചോദ്യചിഹ്നവുമായി നിൽക്കുന്ന എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ സമാധാനം കെടുത്തുന്ന ശത്രുവിനെ അങ്ങയുടെ കാലിന്റെ കീഴിൽ ചതച്ചു കളയുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെ കവിയുന്ന ആ ദൈവസമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.